വി ഡി സതീശൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. തെറ്റെന്തെങ്കിലും ചെയ്തോ? ഇവിടെ വി ഡി സതീശൻ എടുത്തിട്ട് അലക്കുകയാണ് കുറേ പേര്. കുറേ പേരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നുമില്ല. ആകെ 3 പേരെയാണ് ഞാൻ കണ്ടത്. 3 നല്ല സ്റ്റാൻഡേർഡുള്ള ആളുകളാണ്. ഒന്ന് NSSൻ്റെ സുകുമാരൻ നായരും, 2 വെള്ളാപ്പള്ളി നടേശൻ, SNDPയുടെ തലപ്പത്തിരിക്കുന്ന ആൾ, മൂന്നാമത് ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ. സജി ചെറിയാൻ ഭരണഘടനാ ലംഘനം നടത്തി എന്ന് ഒരുപാട് പേര് വിളിച്ചു പറയുന്നുണ്ട്. എന്തുവാ ഭരണഘടനാ ലംഘനം സജി ചെറിയാൻ നടത്തുന്നത്? ഭരണഘടനയ്ക്കകത്ത് കുന്തവും കുടച്ചക്രം എഴുതി വച്ചേക്കുന്നെന്ന് വിശ്വസിക്കുന്ന ഒരാൾ അതെന്തോ ലംഘിച്ചെന്ന് ഇനി അങ്ങനല്ലെന്ന് പറഞ്ഞോ? അതാണോ ലംഘനം? എന്തോ ലംഘനമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ പറഞ്ഞത് ശുദ്ധ അനാവശ്യമാണ്. ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ ഭരണഘടനയെ പിടിച്ച് അതിൽ ഇനി കുന്തം കുടച്ചക്രം ആയിരിക്കും അദ്ദേഹം വിശ്വസിക്കുന്നത്, അത് വേറെ കാര്യം. പക്ഷേ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് കയറിയ ഒരാൾ, സത്യപ്രതിജ്ഞ നടത്തി ഒരാൾ ഇതേപോലുള്ള വൃത്തികെട്ട വർത്തമാനം പറയാമോ? വർഗീയ തിരിവ് വരത്തക്കണ്ണമുള്ള കാര്യങ്ങൾ പറയാമോ? അതായത് മലപ്പുറത്തും കാസർഗോഡും ജയിച്ച ആളുകൾ നോക്കൂ, അവരെ പേര് നോക്കാൻ. പേര് നോക്കി ആളെ കണ്ടുപിടിക്കുന്ന അല്ലേ ആളുകളുടെ ജോലി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെയാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ കാര്യം പിന്നെ വേറെ കാര്യമുണ്ട്. ഇത് കിട്ടിയത് വേറെ ഒന്നും അല്ല. വലിയ ഗുരുനാഥനുണ്ട് നമ്മുടെ ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹം പണ്ട് പറഞ്ഞതാണ്, വസ്ത്രം നോക്കി അറിഞ്ഞൂടെ ആരാന്ന്? വസ്ത്രം എന്നേ പറഞ്ഞുള്ളൂ. ഏതായാലും അതിൻ്റെ അടിയിലോട്ട് നോക്കാൻ ഭാഗ്യത്തിന് പറഞ്ഞില്ല. ബാക്കി കാര്യങ്ങളൊക്കെ വസ്ത്രം നോക്കിയാൽ തിരിച്ചറിയാവുന്നു. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടോണ്ടായിരിക്കാം, അതിൻ്റെ ഊർജം പകർന്നതായിരിക്കാം ഈ ചെയ്തേക്കുന്നത്. പിന്നെ നരേന്ദ്രമോദി അത് പറഞ്ഞിട്ടില്ല. ആ ഒരു തവണ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, പിന്നെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വസ്ത്രം നോക്കിയ ആളിനെ തിരിച്ചറിയുന്ന കാര്യം. ഇവിടെ ഇപ്പോൾ വി ഡി സതീശൻ എന്താ പറഞ്ഞേ? അതായത് വർഗീയ വിഷം തുപ്പരുത്, അങ്ങനെ വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകളുമായിട്ട് സന്ധി ചെയ്യാൻ ഞാനില്ല എന്നുള്ള രീതിയാണ് അദ്ദേഹം പറഞ്ഞത്. അത് വർഗീയക്കെതിരെയാണ് സംസാരിച്ചേക്കുന്നത്. അങ്ങനെ സംസാരിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെയല്ലേ സംസാരിക്കേണ്ടത്? അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെയുള്ള ആളുകളുടെ, അതായത് ഈ മേലധ്യക്ഷന്മാരായിട്ട് ചമഞ്ഞ് നടന്ന് ഇതേപോലെ വർഗീയ വിഷം തുപ്പുന്ന ആളുകളുടെ കാല് പിടിക്കാനും അവരെ തിണ്ണു തരങ്ങാനും ഞാനില്ല എന്നും പറഞ്ഞു. അതും ശരിയാണ്, അതും നല്ലതാണ്. ഒരുത്തിനും ഇവരെ തിണ്ണു തരങ്ങാൻ പോകാതിരുന്നാൽ ഇത് ഇവർക്കിങ്ങനെ ആഗ്രഹം വരുമോ? ഇത് കുറേ പേര് നേരെ പോയി ഇവരെ കാല് തിരുമ്മി കൊടുക്കും, അവർക്ക് വേണ്ട പാട്ട് പാടി കൊടുക്കും, ഓശാനം ഇതെല്ലാം ചെയ്യുമ്പോൾ ഇവർ വലിയ ആളുകളായിട്ട് ഇവർക്ക് തോന്നുകയാണ്. കുറ്റമല്ല. കുറേ പേര് കാന്തപുരത്തിന് കാണാൻ പോകും, കുറേ പേര് പാണക്കാട്ട് പോകും, കുറേ പേര് വേറെ മുത്തുക്കോയ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കാണാൻ പോകും, കുറേ പേര് NSS സുകുമാരൻ നായരെ കാണാൻ പോകും, കുറേ പേര് SNDP വെള്ളാപ്പള്ളിയുടെ പുറകെ നടക്കും. ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ കുറേ പേര് അരമന കയറി ഇറങ്ങും. ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് തന്നെ തോന്നും ഇവർക്ക് ഏതാണ്ട് കാര്യമുണ്ടെന്ന്. ഇത് സാക്ഷര കേരളമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഈ SNDPയും ഇപ്പോൾ NSSും കൂടെ ഒന്നുമായിട്ട് അങ്ങ് തീരുന്നു, ഏതാണ്ട് വലിയ പ്രശ്നം ഉണ്ടാവുമെന്നല്ലേ പറയുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് ഇതേപോലെ ഒരു തവണ ഒന്നായി മുഖ്യമന്ത്രിക്ക് വേണ്ടി അങ്ങ് 2 പേരും അങ്ങ് പറഞ്ഞു, ശ്രീ പിണറായി വിജയൻ്റെ ഭരണമാണ് നല്ലത്, എല്ലാം പറഞ്ഞു. അത് സുകുമാരൻ നായർക്ക് പറഞ്ഞേ വെക്കുള്ളൂ. ഇല്ലേ സുകുമാരൻ നായരുടെ മരുമോനകത്താവാനുള്ള ഏതാണ്ടൊരു സംഭവം ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു. ഏതോ ഒരു ബാങ്ക് ഫ്രോഡുമായിട്ട് ഇടപെട്ട്. അതെന്തോ കാര്യമെന്ന് ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ അത് പറഞ്ഞു വെക്കുള്ളൂ. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ പിണറായി വിജയനെയും വേണം, അതേപോലെ തന്നെ കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയും വേണം. അതുകൊണ്ട് BDJS എന്നുള്ള പേരിൽ NDAയുടെ ഭാഗമായിട്ട് വെള്ളാപ്പള്ളി ബുദ്ധിപരമായിട്ട് മകനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. വെള്ളാപ്പള്ളി ഇറങ്ങും. ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങില്ലേ വെള്ളാപ്പള്ളിയും ഭാര്യയും? അപ്പം ഇതൊക്കെ ഇരട്ടത്താപ്പാണ് ഇവർക്ക്. അപ്പോൾ ഈ സുകുമാരൻ നായരും ഈ വെള്ളാപ്പള്ളിയും പറഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യൂ? ഒരു മനുഷ്യൻ വോട്ട് ചെയ്യത്തില്ല. ഇനി സജി ചെറിയാൻ പറയുന്നല്ലോ, ഇതേപോലെ ഈ കാസർഗോട്ടും ഇവിടെ മലപ്പുറത്തും ഉള്ള ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാവുന്നു. അവിടെ പേര് നോക്കി അങ്ങനെ കണ്ടുപിടിക്കാനാണെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് ഏതെങ്കിലും ദളിത് സമുദായത്തിൽപ്പെട്ട ഒരാളെയോ പിന്നെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെയോ ചെങ്ങന്നൂർ മത്സരിപ്പിക്കിട്ട് എന്താ കുഴപ്പം? CPM ചെയ്താൽ
CPM-ൽ ഇവരെല്ലാം ഉണ്ടല്ലോ, ചെയ്യാമല്ലോ. ഏതായാലും ഇപ്പോൾ ഈ പ്രസ്താവന വളരെ നിരുത്തരവാദപരമായി പോയി എന്നുള്ളതിന് ഒരു സംശയമില്ല. ഇത് വി.ഡി. സതീശൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അണികൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കാണും, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഇദ്ദേഹത്തിന് സ്പിരിറ്റ് കയറ്റി ഈ സതീശനെ കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു വീരപരിവേഷം ഇപ്പം കിട്ടും എന്നുള്ള രീതിയിൽ. നിങ്ങൾക്ക് എന്തിനാ വീരനായിട്ട് എന്താ ആവശ്യം? നിങ്ങളെ ഇലക്ഷൻ മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ളതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? കോൺഗ്രസിനും അല്ലെ UDF-നും കഴിയുന്നിടത്തോളം സീറ്റ് വാങ്ങി കൊടുക്കുക, ഭരണം പിടിച്ചെടുക്കുക. ആ ഭരണം പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം അത് ഹൈക്കമാൻഡൊക്കെ തീരുമാനിക്കും. പാർട്ടിയിൽ അങ്ങനെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ നോക്കും. അവരത് ഈ യോഗ്യത ഉള്ളവരെ അവർ തഴയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇതിപ്പോൾ നിങ്ങളിത് പറയുമ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്താനൊരു ശ്രമം ആളുകൾ നടത്തും. മാത്രമോ, നിങ്ങൾക്ക് വീരാളിപ്പട്ട് ഏതാണ്ട് പുതച്ച് കിടത്തുമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിന് സഖാവ് എം.വി. ഗോവിന്ദൻ പറഞ്ഞുണ്ട്, വീരാളിപ്പട്ട് പുതയ്ക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാന്ന്. അയാൾ നോക്കിയപ്പോൾ അതും കൂടെ കയറ്റി കൊടുക്കാം. ജമാഅത്ത് ഇസ്ലാമി വീരാളിപ്പെട്ടി കൊണ്ട് നടക്കാമെന്നോ ആളുകളെ പുതപ്പിക്കാൻ? ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവർക്കൊന്നും അറിഞ്ഞൂടാ. അതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തവന്മാരാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇസ്ലാമി എന്നൊക്കെ കേൾക്കുമ്പം ഏതാണ്ട് വലിയ കുഴപ്പമുണ്ടെന്നുള്ള ധാരണയല്ല പറയുന്നത്. ഒന്നുമല്ല, വളരെ മര്യാദക്കാരൊക്കെയാണ് അതിനകത്തുള്ളത്. നിങ്ങളല്ലാതെ വിചാരിക്കുന്ന പോലെ അവർ ഭീകര സംഘടനയൊന്നുമല്ല ജമാഅത്ത് ഇസ്ലാമി. അപ്പോൾ അത് ഈ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറയുന്ന സംഘടനകൾ അവരൊന്നും ഭീകര സംഘടനകളൊന്നുമല്ല. അവർ അന്തസ്സായിട്ട് പോകുന്നവരാണ്. കുറേ ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇപ്പം ഒരു വെള്ളാപ്പള്ളിയെ കാറിനകത്ത് കയറ്റിയതിന് അതിനെ സംബന്ധിച്ചിടത്തോളമാണ് സജി ചെറിയാൻ പ്രതികരിച്ചത്. ഒരു വന്യമയോധികൻ ആണ് ഇത്. എന്തായാലും കാറിനകത്ത് കയറ്റിയ തെറ്റാണ് മുഖ്യമന്ത്രി, ഒരു സംശയം വേണ്ട. വർഗീയ വിഷം തുപ്പുന്ന ഒരാളെ മുഖ്യമന്ത്രി സ്റ്റേറ്റ് കാറിനകത്ത് കയറ്റാൻ പാടില്ല. മുഖ്യമന്ത്രിയുടെ സ്വന്തം കാറിനകത്താണെങ്കിൽ അവരെവിടെ കയറിപ്പോയാലും പ്രശ്നമില്ല, ആരും ഒന്നും പറയത്തില്ല. പക്ഷേ ഇത് ജനങ്ങളുടെ കാറാണ്, അതിനകത്ത് ഇങ്ങനെയുള്ള ഒരാളെ കൊണ്ടു നടക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിന് എന്താ തെറ്റ്? വി.ഡി. സതീശൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അത് വേറെ ആരും ഏറ്റു പറയാനില്ലാത്തത് എൻ്റെ വിഷയമല്ല. അത് ആ പാർട്ടിയിലുള്ള പ്രത്യേക സംഭവങ്ങളാണ്. ഇനി NSSൻ്റെ നമ്മുടെ സുകുമാരൻ നായർ പറഞ്ഞ എന്തുവാ, വി.ഡി. സതീശനെ അഴിച്ചുവിട്ടിരിക്കുകയെന്ന്. എന്ന് പറഞ്ഞാൽ കന്നാലി വല്ലതും കെട്ടിയിടാൻ, അതായത് കയറൂരി വിട്ടു എന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞ് വി.ഡി. സതീശനെ അഴിച്ചുവിട്ടിരിക്കുകയാണെന്ന്. നേരത്തെ കെട്ടിയിട്ടേക്ക് ആയിരുന്നു. പിന്നെ അത് മാത്രമോ, കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ പറയാൻ വി.ഡി. സതീശൻ എന്താ അവകാശമെന്ന്? അല്ല, നിങ്ങൾക്ക് അവകാശം? സുകുമാരൻ നായരെ, നിങ്ങൾ കോൺഗ്രസിൻ്റെ ആരെങ്കിലും വന്നോ പറയാൻ? സമദൂര സിദ്ധാന്തമല്ലേ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ സമദൂരം കൊണ്ട് വീട്ടിലിരുന്നാൽ പോരെ? ഇതുപോലുള്ള വൃത്തിയായിട്ട് വിളിച്ചു പറയണോ? നിങ്ങൾക്ക് വെള്ളാപ്പള്ളിയുടെ തോളയെ പോയി കൈയിടണമെങ്കിൽ നിങ്ങൾ ഇട്ടോളൂ. അതിന് എന്തിനാ വി.ഡി. സതീശന് ചീത്ത പറയാൻ പോകുന്നത്? അയാളെ അഴിച്ചു വിട്ടേക്കാണോ? ഇത് ചോദിക്കേണ്ട കാര്യം. മറ്റേത് ഇന്നലെ കുരുത്ത തകരയാണ് വി.ഡി. സതീശൻ. നിങ്ങളെ 85-89 വർഷം മുമ്പ് കുരുത്തതാണല്ലോ. എന്നിട്ട് എന്താ പ്രയോജനം ഉണ്ടായത് ഈ നാട്ടിന്? SNDPക്ക് എന്താ പ്രയോജനം ഉണ്ടായത്? 40-ൽ പരം വർഷങ്ങൾ SNDPയുടെ തലപ്പത്തിരിക്കല്ലേ അതിരുന്നുണ്ട്. എന്നിട്ട് യോഗത്തെ ആരും തകർക്കാൻ? യോഗം എന്ന് പറയുന്നത് നിങ്ങളാണോ വെള്ളാപ്പള്ളി? നിങ്ങൾ ആദ്യം ചിന്തിക്കുക. നിങ്ങളല്ല യോഗം എന്ന് പറയുന്നത്. SNDP യോഗം ഒരു മഹത്തായ പ്രസ്ഥാനം. കുമാരനാശാനൊക്കെ ഇരുന്ന കസേരയിലാണ് നിങ്ങളെപ്പോലുള്ള ഒരു കഷ്ടം ഇരിക്കുന്നത്. കഷ്ടമാണ് ആ സമുദായത്തിൻ്റെ. എന്നിട്ട് പറയണം യോഗത്തെ തകർക്കാൻ. യോഗത്തെ ആര് തകർക്കാൻ വരുന്നെന്നാ? യോഗത്തെ തകർക്കാനൊന്നും ഇല്ല. നിങ്ങളതൊരു പരിമാക്കി വെച്ചേക്കുക. അതെന്താണെന്നും അതെങ്ങനെ നടക്കുന്നതെന്നുള്ളതും ചോദിക്കാൻ പോലും ആളുകളില്ല. കാരണം നിങ്ങളെ പിണിയാണികളെ വെച്ചേക്കാണ് എല്ലാ സ്ഥലത്തും അതിനകത്ത്. ഇനി അതിന് മോചനമില്ല. അങ്ങനായി. ഈഴവ സഹോദരങ്ങളിലുണ്ടല്ലോ, അവരോട് ഞാൻ പരിതപിക്കുകയാണ് ഈ കാര്യത്തിൽ. എന്നിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കുരുത്ത താര നിങ്ങൾ ഇത്രയും നാൾ മുമ്പ് കുരുത്തിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഇത് ആ രീതിയിലൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിനെ മോശമായിട്ട് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇതുപോലെ നിങ്ങൾ വൃത്തികേടാ വിളിച്ച് പുലമ്പുന്നതെന്ന്. ഇതല്ല, വി.ഡി. സതീശനോട് 2 വാക്ക്. നിങ്ങൾക്ക് ഈ വീരപരിവേഷം പെട്ടെന്ന് കിട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങളെന്തിനാ ഈ വൃത്തിയിട്ടവന്മാരൊക്കെ പറയുന്നതിന് മറുപടി പറയാൻ പോന്നേ? മിസ്റ്റർ സതീശൻ, നിങ്ങൾക്ക് അനങ്ങാതിരുന്ന പോരെ? നിങ്ങൾ ബാക്കി രാഷ്ട്രീയ കാര്യങ്ങൾ പറയുള്ളൂ.
പറയും. നിങ്ങൾ വർഗീയ വിഷം അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും ഞാൻ വർഗീയതയ്ക്കെതിരാണെന്നും ഞാൻ അങ്ങനെയാണെന്നും മരിച്ചാൽ വീരാടി പട്ടിടുമെന്നും പുറകോട്ടോ തിരിഞ്ഞോടത്തിൽ ഇതൊക്കെ പറയേണ്ട കാര്യം എന്താണ്? അത് ചെയ്ത് കാണിച്ചാൽ കൊടുത്താൽ പോരെ? ഇത് ആവശ്യമില്ലാതെ ഈ വാക്ധോരണി ഇങ്ങനെ എടുത്ത് പ്രയോഗിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആളുകളൊക്കെ വെറുപ്പിക്കാൻ. ആളുകളെ വെറുപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പ്രകോപിപ്പിക്കാൻ. അതാണ് കാര്യം. സജി ചെറിയാനോ ഒക്കെ ഇനി സജി ചെറിയാനൊക്കെ ഇങ്ങനെ തന്നെ സംസാരിക്കണം കേട്ടോ. കാരണം എന്നാലേ ഇടതുപക്ഷ മുന്നണിക്ക് വിജയം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പറയണം. എന്നാലേ UDF നല്ല വിജയം കിട്ടുള്ളൂ. അത് പറഞ്ഞിരിക്കണം. UDF നല്ല വിജയം കിട്ടണമെങ്കിൽ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി സംസാരിക്കണം. പിണറായി വിജയന് വേണ്ടി സംസാരിക്കണം. എങ്കിലേ മറ്റവർക്ക് പ്രയോജനമുണ്ട്. അതേപോലെ സജി ചെറിയാനും സംസാരിക്കണം. നല്ലതാണ്. ഇവരെത്ര നാൾ സംസാരിക്കുന്നോ അത്രയും നല്ല നേട്ടം UDF അത്രയും പ്രവർത്തനം കുറച്ച് മതി അവർക്ക്. ഇത് നല്ലത് ഞാൻ പറഞ്ഞില്ലേ, നാവടക്കൂ പണിയെടുക്കൂ എന്നുള്ള ഒരു രീതി നോക്കണം. നിങ്ങളെന്തിന് ഇങ്ങനെയുള്ളവന്മാരൊക്കെ സംസാരിക്കുന്നതിന് മറുപടി പറയാൻ പോകുന്നത്? ഇവർ നിങ്ങളെ പ്രകോപിപ്പിക്കാനായിട്ട് ഇതുപോലെ വിളിച്ചു പറയും. അപ്പം നിങ്ങളുടെ അണികൾ പറഞ്ഞുതരും, ഇപ്പം നിങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയാൻ. നിങ്ങളിങ്ങനെയാണെന്നും നിങ്ങൾ തൻ്റെ ഇടമുള്ളവനാണെന്നും ഈ നാട്ടിലെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ തിരിച്ചറിയാം. അതിന് നിങ്ങൾ എടുത്തു ചാടി ഇതുപോലുള്ള വാചകങ്ങൾ അടിച്ച് ഈ ബാക്കി ഒരു ആളുകളുടെ അവരെയൊക്കെ പ്രകോപിപ്പിക്കേണ്ട കാര്യം എന്താണ്? നമ്മളെ ഇപ്പം റോഡേ നടന്നു പോകുന്നു, വഴിയിരുന്ന് ഒരുത്തം നമ്മുടെ അടുത്ത് പൈസ ചോദിക്കാൻ നമ്മൾ കൊടുക്കുന്നില്ല, നമ്മളെ ചീത്ത പറഞ്ഞെന്നിരിക്കട്ടെ, നമ്മളങ്ങ് അനങ്ങാതെ അവൻ്റെ ഇവിടെ നിന്ന് അവിടെ നിന്ന് വഴക്കുണ്ടാവും. ഒന്നും ഇല്ലാതെ ഇരിക്കുന്നവനാ, അവൻ്റെ ഇവിടെ വഴക്കുണ്ടാക്കാൻ പോകണോ? വല്ല കാര്യമുണ്ടോ? നമ്മുടെ ജോലി നോക്കി പോകണം. അതുപോലെ തന്നെ പണ്ടൊക്കെ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നവർക്കും വെളിയിൽ നിന്ന് ആളുകൾ എന്തെങ്കിലും വിളിക്കും, പൈസ ചോദിക്കും, കൊടുത്തില്ല, ചീത്ത വിളിക്കും, അവിടെ നിന്ന് വഴക്കുണ്ടാക്കുമോ? ഇല്ലല്ലോ. എന്ന് പറയുന്നത് പോലെ ഈ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ വല്ലവരും പറയുന്നതിന് മറുപടി പറയേണ്ട കാര്യം എന്താ മിസ്റ്റർ സതീശൻ? നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കുക, നിങ്ങൾ ഇതിനെ നയിക്കുക. ഇനി കുറേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ കാണും, ആയിക്കോട്ടെ. അതിനകത്ത് ഹൈക്കമാൻഡിന് ആരെയാ താല്പര്യം വരുന്നതെന്നും അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക് ഭൂരിപക്ഷം ആർക്കാ കിട്ടുന്നതെന്ന് നോക്കിയാൽ അവരെയല്ലേ മുഖ്യമന്ത്രിയാക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ആക്കാൻ ഒക്കത്തില്ലല്ലോ. ഒരു മുഖ്യമന്ത്രിയല്ല അവരുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ അതിന് കച്ചകെട്ടി ആളുകൾ ഇറങ്ങണ്ട. ഇല്ലാത്തതല്ലേ നല്ലത്, മര്യാദയ്ക്ക് നടക്കുന്നതല്ലേ നല്ലത്. ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഇനി ഇപ്പം ഈ സജി ചെറിയാൻ പറഞ്ഞ കാര്യം, ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പച്ച വർഗീയതയല്ലേ സജി ചെറിയാൻ പറയുന്നത്? വെള്ളാപ്പള്ളി പറഞ്ഞതും സജി ചെറിയാൻ പറഞ്ഞതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വെള്ളാപ്പള്ളിയും പറഞ്ഞത് എന്നാ പറഞ്ഞേക്കുന്നേ. എന്നാൽ മറ്റ് ജില്ലകളൊക്കെ ബാക്കി എല്ലാ കാര്യം നോക്കിക്കോളൂ. അവിടെ നിന്ന് ആരെങ്കിലും ഒരാൾ ജയിച്ചാൽ ഒരു മുസ്ലിം പോലും ജയിക്കാത്ത എത്രയോ ജില്ലകൾ കാണും. ഇതൊക്കെയാണോ പറയേണ്ടത്? ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്തിനാ ഇത്രയും വൈരാഗ്യം വരുന്നത്? ഇപ്പം വരേണ്ടത് സജി ചെറിയാനൊന്നും അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പിണറായി വിജയന് വേണ്ടി സംസാരിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ. അതാണ് കാര്യം. അപ്പോൾ വെള്ളാപ്പള്ളിയെ സ്തുതി പാടിയാലേ നടക്കുള്ളൂ. അപ്പോൾ വെള്ളാപ്പള്ളിയെ നിങ്ങൾ സ്തുതിച്ചോളൂ, നല്ലതാണ്. പക്ഷേ ഭരണഘടനാപരമായ ആ ഒരു പോസ്റ്റിലിരിക്കുന്ന ആൾ, അതായത് നിങ്ങൾ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയ ആൾ, അങ്ങനെ ഒരാൾ ഇതേപോലെ വർഗീയ വിരോധം കാണിക്കരുത്. തെറ്റാണ്. ഒരു വർഗത്തെ നിങ്ങൾ ആക്ഷേപിക്കുന്ന വിധത്തിൽ നിങ്ങൾ പെരുമാറിയത് തെറ്റാണ്. വർഗീയത നിങ്ങൾ ഒരു കാരണവശാലും കാണിക്കാൻ പുറത്ത് കാണിക്കാൻ നിങ്ങളുടെ മനസ്സിലായിക്കോളൂ. അത് പുറത്ത് കാണിക്കാൻ പാടില്ല, വിളിച്ചു പറയാനും പാടില്ല. ചെയ്തത് തെറ്റാണ് സജി ചെറിയാൻ. അതേപോലെ ബാക്കി ഇങ്ങനെ കുറേ ഇടപാടാണ് ഇനിയിപ്പം ഈ നമ്മൾ കാണാൻ പോകുന്ന കളികൾ. ഇതിനകത്ത് ഈ VD സതീശൻ ഒരു തെറ്റും പറഞ്ഞില്ല, പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ ഇങ്ങനെ വെല്ലുവിളി ആവശ്യമില്ലാത്തതാണ്. വെല്ലുവിളിക്കാൻ ഇതെന്തൊന്ന് വീരനായകനോ? അതൊക്കെ തെറ്റ്. വീരനായക പരിവേഷമൊന്നും ആലോചിക്കേണ്ട, ആഗ്രഹിക്കേണ്ട. അല്ലാതെ അന്തസ്സായിട്ട് പറഞ്ഞു നാവടക്കൂ പണിയെടുക്കൂ എന്നുള്ളത് ചിന്തിക്കുക.